മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും ഒരു ക്യാബിനറ്റ് പദവിയും ലഭിച്ചേക്കും. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിന് ശേഷം വകുപ്പുകൾ സംബന്ധിച്ച ചർച്ചകളിലേക്ക് കടക്കും. മുസ്ലിം ലീഗ് നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ വിട്ടുകൊടുക്കേണ്ടെന്നാണ് ധാരണ. 27 സീറ്റിൽ മത്സരിച്ച് 22ലും വിജയിച്ച മുസ്ലിം ലീഗിന് അർഹിച്ച പരിഗണന വേണമെന്നാണ് ആഗ്രഹം. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഉപമുഖ്യമന്ത്രി പദവി നൽകുന്നതിൽ കോൺഗ്രസിന് നിലവിൽ എതിർപ്പില്ല. 5 മന്ത്രിമാരും മുസ്ലിം ലീഗിനുണ്ടാവും. ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ് പദവികളിലൊന്നും മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നു. എന്നാൽ വിദ്യാഭ്യാസം ഉൾപ്പെടെ നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളിൽ വിട്ടുവീഴ്ച വേണ്ടിവരും. അത്തരം വിട്ടുവീഴ്ച വേണ്ടെന്നാണ് നിലവിലെ ധാരണ. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി എന്നിവർ മന്ത്രിമാരായേക്കും. ആബിദ് ഹുസൈൻ തങ്ങൾ, പാറക്കൽ അബ്ദുള്ള, എ കെ എം അഷ്റഫ്, മഞ്ഞളാംകുഴി അലി എന്നിവരിലൊരാൾക്കും മന്ത്രിപദവി ലഭിക്കും. ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെന്ന പോലെ സാദിഖലി തങ്ങളുടെ തീരുമാനം കാത്തിരിക്കേണ്ടിവരും. പരസ്യമായ വിലപേശലുകൾ നടത്തി വിജയത്തിന്റെ നിറം കെടുത്താൻ മുസ്ലിം ലീഗില്ല. കോൺഗ്രസിലെ തർക്കങ്ങളിൽ ഹൈക്കമാൻഡ് അഭിപ്രായം തേടുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങളും അറിയിക്കും. കൈരളി ന്യൂസ്, മലപ്പുറം.